മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 5. ജനക്കൂട്ടത്തെ കണ്ട് യേശു ഒരു മലയിലേക്ക് കയറി അവിടെ ഇരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്നു. അദ്ദേഹം അവരെ ഇപ്രകാരം പഠിപ്പിച്ചു തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹീതർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ അനുഗ്രഹീതർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യശീലർ അനുഗ്രഹീതർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ, അവർ സംതൃപ്തരാകും. കരുണയുള്ളവർ അനുഗ്രഹീതർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ അനുഗ്രഹീതർ, അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർ അനുഗ്രഹീതർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഞാൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ എല്ലാവിധ ദോഷവും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ. അപ്പോൾ സന്തോഷിച്ചുല്ലസിക്കും. സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതാണ്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകരെയും അവർ അങ്ങനെ തന്നെ പീഡിപ്പിച്ചുവല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എന്നാൽ ഉപ്പിന് അതിന്റെ ഉപ്പുരസം നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വീണ്ടും ഉപ്പുരസമുള്ളതാക്കുവാൻ എങ്ങനെ കഴിയും? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമുകളിലുള്ള പട്ടണത്തിന് മറഞ്ഞിരിക്കുവാൻ സാധ്യമല്ല. വിളക്കു കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല. പിന്നെയോ തണ്ടിന്മേൽ വെക്കുകയും അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുകയും ചെയ്യുന്നു. അതുപോലെ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ന്യായപ്രമാണത്തെയോ പ്രവാചകരെയോ നീക്കിക്കളയുവാനാണ് ഞാൻ വന്നതെന്ന് ചിന്തിക്കരുത്. അവയെ നീക്കിക്കളയുവാനല്ല, പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുവോളം സകലവും നിറവേറുന്നതുവരെ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഈ കൽപ്പനകളിൽ ഏറ്റവും ലഘുവായ ഒന്നെങ്കിലും ലംഘിക്കുകയും അപ്രകാരം ചെയ്യുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായി ഗണിക്കപ്പെടും. എന്നാൽ ഈ കൽപ്പനകൾ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും വേദജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിശ്ചയമായും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കൊല ചെയ്യരുത്. കൊല ചെയ്യുന്നവൻ ന്യായവിധിയിൽ അകപ്പെടും എന്ന് പൂർവികരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് വിധേയനാകും. തന്റെ സഹോദരനോട് നിസാര എന്ന് പറയുന്നവൻ ന്യായാധിപ സംഘത്തോട് ഉത്തരം പറയേണ്ടി വരും. ഭോഷ എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കിരയാകും. അതുകൊണ്ട് നീ യാഗപീഠത്തിൽ വഴിപാട് അർപ്പിക്കുവാൻ വരുമ്പോൾ സഹോദരന് നിനക്കെതിരെ എന്തെങ്കിലും ഉള്ളതായി അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് രമ്യപ്പെടുക. പിന്നീട് വന്ന് നിന്റെ വഴിപാട് അർപ്പിക്കുക. നിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന എതിരാളിയുമായി വഴിയിൽ വെച്ചു തന്നെ രമ്യപ്പെടുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപനെ ഏൽപ്പിക്കുകയും ന്യായാധിപൻ നിന്നെ ഉദ്യോഗസ്ഥന് വിട്ടുകൊടുക്കുകയും അയാൾ നിന്നെ തടവിലാക്കുകയും ചെയ്തെന്നു വരാം. അവസാനത്തെ പൈസയും കൊടുത്തു തീർക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുർമോഹത്തോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ തന്റെ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ വലത്തുകണ്ണ് പാപത്തിന് കാരണമാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്തെറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ തള്ളപ്പെടുന്നതിനേക്കാൾ ഒരവയവം നഷ്ടപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. നിന്റെ വലത്തുകൈ പാപത്തിന് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരവയവം നഷ്ടമാകുന്നതാണ് നിനക്ക് നല്ലത്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്കൊരു ഉപേക്ഷണപത്രം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിവാഹബന്ധത്തിലെ അവിശ്വസ്തത കൊണ്ടല്ലാതെ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ അവളെ വ്യഭിചാരിണിയാക്കുകയാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ശപഥം ചെയ്തത് ലംഘിക്കരുതെന്നും ദൈവത്തോട് ചെയ്ത ശപഥം നിറവേറ്റണമെന്നും പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയേ അരുത്. സ്വർഗത്തെക്കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെക്കൊണ്ടരുത്, അത് ദൈവത്തിന്റെ പാദപീഠം. യെരുശലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിന്റെ നഗരം. നിങ്ങളുടെ തലയെക്കൊണ്ട് ആണയിടരുത്, കാരണം ഒരു മുടിയെങ്കിലും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിങ്ങൾക്ക് കഴിവില്ല. നിങ്ങളുടെ ഉവ്വ്
എന്നത് ഉവ്വ് എന്ന് തന്നെയായിരിക്കട്ടെ. ഇല്ല എന്നത് ഇല്ല എന്ന്. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. ഒരുവൻ നിങ്ങളുടെ വലത്തെ ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക. ആരെങ്കിലും നിങ്ങളുടെ വസ്ത്രത്തിനു വേണ്ടി വ്യവഹരിച്ചാൽ അവന് നിങ്ങളുടെ മേലങ്കിയും കൂടെ വിട്ടുകൊടുക്കുക. ആരെങ്കിലും 1 മൈൽ ദൂരം പോകാൻ നിങ്ങളെ നിർബന്ധിക്കുന്നുവെങ്കിൽ അയാളോടൊപ്പം 2 മൈൽ പോകുക. നിങ്ങളോട് യാചിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അയൽക്കാരെ സ്നേഹിക്കണമെന്നും ശത്രുവിനെ വെറുക്കണമെന്നും കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിന്റെ മക്കളായിത്തീരും. അവിടുന്ന് ദുഷ്ടരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിയുള്ളവരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് ചെയ്യുന്നുണ്ടല്ലോ. സ്വന്തം സഹോദരരെ മാത്രമാണ് നിങ്ങൾ അഭിവാദനം ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വിജാതീയർ പോലും അത് ചെയ്യുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനായി ഇരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുവിൻ.